ഗൈസ്, സ്ട്രൈക്ക് ആൻഡ് ഹുക്ക് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരികയാണ്. കുറച്ച് ദിവസമായിട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, പരല് പിടിക്കാനായിട്ടാണ്. കുറേ ഏരിയയിൽ വെള്ളം കുറഞ്ഞിരിക്കുകയാണ്, കൂടി വരണം. പിന്നെ പൊന്തം കാടൊക്കെ പിടിച്ച കാരണം ഇറങ്ങാനൊരു മടി ഒറ്റക്കൊക്കെ. അപ്പോൾ ഇവിടെ വന്നിരുന്ന് കുറച്ച് പരലിനെ പിടിക്കാമല്ലോ വിചാരിച്ചു. പോൾ റോഡിലാണ്, ചെറിയ പോൾ റോഡിലാണ്. മൈദയും മഞ്ഞപ്പൊടിയാണ്. പിന്നെ തീറ്റ എന്നും അതായതുകൊണ്ട് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം, ഇന്നത് വെറുതെ വെള്ളത്തിൽ കുഴച്ചിരിക്കുകയല്ല, അട പോലെ ചുട്ടിരിക്കുക കേട്ടോ. അട പോലെ, അതായത് വേവിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടാവും നോക്കാം. കാരണം മറ്റേത് വെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേനും ഈ കാറ്റടിച്ചിട്ട് ഡ്രൈ ആയി പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഒന്ന് വേവിച്ച് കൊണ്ടു നോക്കിയതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു കേട്ടോ എല്ലാവരും. ഓക്കെ, നല്ല വെയിൽ. ആദ്യത്തെ തീറ്റട്ടാ. പിന്നെ നമ്മൾ ഇന്ന് ചെറിയ കുളത്ത യൂസ് ചെയ്യണം കേട്ടോ. ചെറിയ കുളത്ത്, നല്ല കാർബൺ ഹുക്കാണ്, സൈസ് നമ്പർ 1. എന്നത്തെ തീറ്റ തന്നെ മൈദയും മഞ്ഞപ്പൊടി. ഇന്ന് ഒന്ന് അട പോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടെന്ന് മാത്രം. തീറ്റ കുളത്തുമെന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇട്ട് നോക്കട്ടെ, ഇട്ട് നോക്കാം. നല്ലൊരു കൊത്ത് വന്നായിരുന്നു, നല്ലൊരു കൊത്ത് വന്ന്. നല്ലൊരു പൂവാലിപ്പരൽ അടിച്ചിട്ടുണ്ട്, നല്ലൊരു പൂവാലിപ്പരൽ. വലിയ മീനെന്തെല്ലാം കിട്ടുമോ നോക്കാം. അത്യാവശ്യം മീനുള്ള ഏരിയയാണ്. നല്ല വെയിലാട്ടോ, നല്ല വെയിലാണ് ഇവിടെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മരമൊന്നും ഇല്ലാത്ത കാരണം നല്ല വെയിലടിക്കുന്നുണ്ട്. അടുത്ത പൂവാലി. ഇപ്പോൾ പോയേനെ. കിട്ടിക്കൊണ്ടിരിക്കണു. പരലാണ് കിട്ടണത്. അതിനെ
മൈദ. അല്ലല്ലേ, ചെറുതിനായിട്ട് ഇറങ്ങിയ തന്നെ. ഞാൻ ഇവിടുത്തുള്ള തന്നെ, പട്ടിത്തറ. എള്ള കൊളമുക്ക. അത്യാവശ്യം വലിയ പല്ലുകളുണ്ട്. Next one. വാ 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 വാ, അടുത്തത് വന്നിട്ടുണ്ട്. ഒക്കെ പൂവാലി പരലാണ് കേട്ടോ കിട്ടണം, ഒക്കെ പൂവാലി പരലാണ്, വേറെ ഒരു പരല് പോലും കിട്ടിയിട്ടില്ല. അടിപൊളി പൂവാലി കിട്ടിയിട്ടുണ്ട്, അടിപൊളി ഒരു പൂവാലി കിട്ടിയിട്ടുണ്ട് കേട്ടോ, അടിപൊളി ഒരു പൂവാലി കിട്ടിയിട്ടുണ്ട്. ഹമ്പട, അടിപൊളി ഒരു പൂവാലി കിട്ടി. എന്തായാലും മീൻ കിട്ടുന്നുണ്ട്, മതി. കുറച്ച് മീനെങ്കിലും പിടിക്കണം, ഒരു 6 മണിയാകുമ്പോഴത്തേനും കുറച്ച് മീനെങ്കിലും പിടിച്ചു കൂട്ടണം. അടുത്തൊരു പൂവാലിട്ടാ, അടുത്ത പൂവാല് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഗേസ്, പൂവാലി മാത്രമുള്ളൂ. വാ 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 വാ.
നല്ലൊരു സാധനം കയറിയിട്ടുണ്ട്, നല്ലൊരു സാധനം കയറിയിട്ടുണ്ട്. അടിപൊളി മീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി മീൻ ഒന്ന് കയറിയിട്ടുണ്ട്. ഇത്തിരി വലിപ്പമുണ്ട് കേട്ടോ, ഇത്തിരി വലിപ്പമുണ്ട്. യെസ്, നല്ലൊരു മീനാണ് ഇത് ഗൈസ്. നല്ലൊരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളതിൽ വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു പോവല്ലിട്ടാ. നെക്സ്റ്റ് അടുത്ത വലുതിട്ടാ, അടുത്ത വലുത്. അതാ പച്ച കളർ കേട്ടാ, പച്ച കളർ മീൻ. അടിപൊളി പൂവാലി. അടുത്ത വലുതിട്ടാ, അത്യാവശ്യം വലുപ്പമുള്ളതാണ്. വലുത് ഇതേപോലെ അടക്കം തലക്ക് ഓരോന്ന് വന്നാൽ മതി. ഒരു വൈബാണപ്പോൾ. അടുത്ത മീൻ കുറച്ച് നേരെ കളിപ്പിച്ചു കേട്ടോ. അമ്മമാർ തട്ടി നിൽക്കുകയായിരുന്നു. അടുത്തവൻ വന്നേ. അങ്ങനെ ഈ മീനോട് കൂടി
ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ മീൻപിടുത്തം സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഓക്കെ, ബാക്കി വീഡിയോസ് ഇങ്ങനെ ഓരോന്ന് കുറച്ച് ഇങ്ങനെ വരും. ഓക്കെ, ലൈക്ക് ചെയ്യുക. ബൈ. മീൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് കയറിയിട്ട് അപ്പുറം പോയിട്ട് മീൻ കാണിച്ചു തരാം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ അതാ ഇത്രയും മീനുകളാട്ടോ നമുക്ക് ഇന്ന് കിട്ടിയുള്ളത്. ഇത്രയും മീനുകളാണ്, എല്ലാം പൂവലിപ്പരലാണ്. വർക്കുള്ള ഉണ്ട് എന്തായാലും. ഇത്രയും പരലുകളാണ് ഇന്ന് അടിച്ച് കയറ്റിയിട്ടുള്ളത്. കാരണം അധികം സമയം നമ്മൾ ഇരുന്നിട്ടില്ല. ഒരു 5:30 ആകുമ്പോഴാണ് വന്നത്. ഇപ്പോൾ സമയം 6 മണി 6:30 ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ടാണ്. കുറേ മീനൊക്കെ കുറേ മിസ്സായി. പിന്നെ കുറേ നേരം കൊത്താതിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. എന്നാലും അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം. ഓക്കെ.